ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ തമിഴിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ ആക്സിസ് ബാങ്ക് വേറൊരു ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ആക്സിസ് ബാങ്ക് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് എന്നൊരു സാധനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതും ആക്ച്വലി നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ സിറ്റി ബാങ്കും ആക്സിസ് ബാങ്കും കൂടിയിട്ട് ലയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ സിറ്റി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ആക്ച്വലി ആക്സിസ് ബാങ്ക് റീബ്രാൻഡ് ചെയ്ത് ഇറക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ആക്ച്വലി നമ്മുടെ സിറ്റി ക്യാഷ് ബാക്ക് കാർഡ് എന്നൊരു കാർഡ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു റീ ലോഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആക്സിസ് ബാങ്ക് ഇന്ത്യൻ ഓയിലിന്റെ പ്രീമിയം ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട്. അതും ആക്ച്വലി സിറ്റി ബാങ്കിന്റെ ഒരു ക്രെഡിറ്റ് കാർഡ് തന്നെയായിരുന്നു. അതിന് റീബ്രാൻഡ് ചെയ്തിട്ട് ഇറക്കിയത് തന്നെയാണ്. അപ്പൊ അതേ മോഡൽ തന്നെയാണ് ഇപ്പൊ ആക്ച്വലി ഇതും വന്നേക്കുന്നത്. അപ്പൊ ഒരു പുതിയ കാർഡെന്ന് പറയാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആക്സിസ് ബാങ്ക് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡിന്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകും. നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ 7% ക്യാഷ് ബാക്ക് നമുക്ക് ഓൺലൈൻ എക്സ്പെൻസിനൊക്കെ തരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് നമ്മുടെ SBI ക്യാഷ് ബാക്ക് കാർഡ് ഉണ്ട്. നമ്മൾ ഓൾറെഡി വേണ്ട വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതിലേക്ക് ഉണ്ട് SBI ക്യാഷ് ബാക്ക് കാർഡ്. അതിനൊക്കെ ആക്ച്വലി കടത്തി വെട്ടുന്നു തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ JCC വേൾഡ് കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മൾ ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പോൾ ഞാൻ ഈ ഡീറ്റെയിൽസിലേക്ക് പറയാം. ഇതിന്റെ ആക്ച്വലി ഫുൾ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇതിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുകളൊന്നും വന്നിട്ടില്ല കേട്ടോ. പക്ഷെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു ചെറിയൊരു എന്താ പറയാ, ഞാൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം ശരിക്കും SBI ക്യാഷ് ബാക്ക് ആണോ നല്ലത് അതോ ആക്സിസ് ബാങ്ക് ക്യാഷ് ബാക്ക് ആണോ നല്ലതെന്ന്. അപ്പോൾ ഇപ്പൊ എനിക്ക് റീസെന്റ് തന്നെ ഞാൻ എൻ്റെ ഓൾറെഡി SBIയുടെ 3 കാർഡുകളുണ്ട്, അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിന്റെ 3 കാർഡുകളുണ്ട്. അപ്പൊ എനിക്കിത് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആക്സിസ് ബാങ്ക് എനിക്ക് തോന്നുന്നത് 3 കാർഡും എല്ലാ മിക്ക ബാങ്കുകളും 3 കാർഡ് തന്നെ കൊടുക്കാറുള്ളൂ. HDFC മാത്രം ചിലപ്പോൾ 4 കാർഡ് കൊടുക്കാറെന്ന് വെച്ചാൽ എനിക്ക് 4 കാർഡ് ഉണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണം ക്ലോസ് ചെയ്തതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ബാക്ക് സെക്ടറിൽ അല്ലെങ്കിൽ ഷോപ്പിംഗ് സെക്ടറിൽ അത്യാവശ്യം നല്ല നിൽക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് SBIയുടെ ക്യാഷ് ബാക്ക് കാർഡും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക HDFCയുടെ നമ്മുടെ റീസെൻ്റ്ലി ചേഞ്ച് ആയ നമ്മുടെ സ്വിഗ്ഗി കാർഡൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ കാർഡ് വെക്കാട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇതിന്റെ ആക്ച്വലി ആനുവൽ ഫീസും ജോയിന്റ് ഫീസും ഒന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. നമ്മുടെ റീസെന്റ് വന്നേക്കുന്ന ഒരു ന്യൂസ് അനുസരിച്ചിട്ട് ഇപ്പോൾ തൽക്കാലം പ്രൊമോഷണൽ ഓഫർ ആയിട്ട് ജോയിന്റ് ഫീസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആനുവൽ ഫീസ് 500 രൂപ എന്ന് പറഞ്ഞേക്കുന്നത്. അത് ഇനിയിപ്പോൾ അത് മാറുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നല്ല ഡീലാണ്. അപ്പൊ എന്തായാലും ഡീറ്റെയിൽസിലേക്ക് പോകാം. നമുക്ക് 500 എഡ്ജ് റിവാർഡ് പോയിന്റ് ആണ് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അതും നിങ്ങൾക്ക് 1030 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മളെ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യണം കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു എഡ്ജ് റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 0.20 പൈസയാണ് കേട്ടോ. 0.20 എന്ന് പറയാൻ പറ്റില്ല, 0.20 പൈസയാണ്. നമുക്ക് പിന്നെ ഇനി ഇതിന്റെ ക്യാഷ് ബാക്ക് റിവാർഡ് സെക്ടറിലേക്ക് പോകാം. അതായത് 2% ക്യാഷ് ബാക്ക് ആണ് അപ് ടു 5000 രൂപയുടെ പർച്ചേസുകൾ നമ്മൾ ചെയ്യുമ്പോൾ. അതിൽ നമുക്ക് ക്യാപ്പിംഗ് വന്നിട്ടുണ്ട്, മാക്സിമം 100 രൂപയെ കിട്ടുള്ളൂ. 5% ക്യാഷ് ബാക്ക് ആണ് 5000-ന്റെയും 40,000-ത്തിനും ഇടയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ. അതിൽ നമുക്ക് ക്യാപ്പിംഗ് ഉണ്ട്, 1750 രൂപയാണ് നമുക്ക് മാക്സിമം ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാൻ പറ്റുക. 7% ക്യാഷ് ബാക്ക് ആണ് അപ് ടു 40,000 തൊട്ട് 70,000 വരെ. അതിൽ നമുക്ക് 2150 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് മാക്സിമം ഏൺ ചെയ്യാൻ പറ്റൂട്ടാ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് 7% കിട്ടുന്നില്ല. ഇതിന്റെ ഓവറോൾ സ്പെൻഡും അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമുക്കിപ്പോൾ SBI ക്യാഷ് ബാക്ക് കാർഡും അതുപോലെ തന്നെ ഇപ്പോൾ ഈ SBIയുടെ ആക്സിസ് ബാങ്കിന്റെ ക്യാഷ് ബാക്ക് കാർഡും കൂട്ടിയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ടോട്ടലായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്ച്വലി ഇതിന്റെ റിയൽ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 5.5% ഒരു ക്യാഷ് ബാക്ക് ആയിട്ട് വരും. അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് SBI ക്യാഷ് ബാക്ക് കാർഡിനോട് ഒരു 0.5 കൂടുതലാണ്. പക്ഷെ നമുക്കിത് നമ്മളിപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഒരു 5000 രൂപയ്ക്കും അല്ലെങ്കിൽ 40,000 രൂപയ്ക്ക് താഴെയൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ SBI ക്യാഷ് ബാക്ക് ആണ് നല്ലത് കേട്ടോ. അത് വേറെ കാര്യം. അപ്പൊ നമുക്ക് പിന്നെ ബാക്കിയുള്ള ഓഫ്ലൈൻ ട്രാൻസാക്ഷനും മദർ സ്പെൻസിനൊക്കെ നമുക്ക് 0.75 പൈസയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ 0.5 ക്യാഷ് ബാക്ക് നമുക്ക് യൂട്ടിലിറ്റി സ്പെൻഡും കിട്ടുന്നുണ്ട്. അപ്പൊ അത് കുഴപ്പമില്ലാത്തൊരു പരിപാടി തന്നെയാണ്. മാക്സിമം നമുക്ക് 100 രൂപ ക്യാപ്പിംഗ് വരുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാത്തൊരു ഡീൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് 2 ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത് കൺഫേം ആയിട്ടില്ല. ഇപ്പൊ എന്തായാലും ഇത് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസും സംഭവങ്ങളൊന്നും ആക്ച്വലി ആക്സിസ് ബാങ്ക് പുറത്ത് വിട്ടിട്ടില്ല. അപ്പൊ എന്തായാലും അത് വിടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ ആക്സിസ് ബാങ്കിന് അത്യാവശ്യം നല്ല ക്രെഡിറ്റ് കാർഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എയ്സ് ക്രെഡിറ്റ് കാർഡൊക്കെ നിങ്ങൾക്ക് അറിയിക്കും. ഇപ്പോൾ പണ്ടൊക്കെ എയ്സ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഓഫർ വന്നാൽ മാത്രം അല്ലെങ്കിൽ പ്രീ അപ്രൂവ്ഡ് ഓഫർ വന്നാൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എയ്സ്, എയർടെൽ, നമ്മുടെ ആക്സിസ് ബാങ്ക് ഒക്കെ അത്യാവശ്യം നല്ലോണം അപ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ ലിങ്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് തന്നെ നമ്മുടെ സെറ്റപ്പിന്റെ റെഫർ അല്ലെങ്കിൽ ത്രൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൊടുത്തായിരിക്കും. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ ചാൻസ് കൊടുത്തായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ ഞാൻ 2 കൊടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ വേറെ അതിൽ നമ്മുടെ എല്ലാ ക്രെഡിറ്റ് കാർഡ്സുകളും ബാങ്ക് ലോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ നിങ്ങൾക്ക് ഏതാണ് എലിജിബിലിറ്റി
അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കിയേക്കാം. ajmg.banksupport എന്ന വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ കുറച്ച് പേര് ഞാൻ കമന്റ് ചെയ്താൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാനായിട്ടും എന്താ പറയുക ഡിഫറൻസ് ഒന്നുമില്ല, സാധാരണ പോലെ തന്നെയാണ്. അങ്ങനെയൊന്നല്ല കേട്ടോ. റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും അതിൽ റെഫറൽ കോഡ് അല്ലെങ്കിൽ റെഫറൽ ലിങ്ക് വരില്ല, റെഫറൽ കോഡ് എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കാറുണ്ട്. അത് ആക്ച്വലി ഇപ്പോൾ ബാങ്ക് സ്റ്റാഫിനായാലും അവർക്കൊരു കോഡ് ഉണ്ടായിരിക്കും. അപ്പൊ അത് ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രയോറിറ്റി ബേസ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്കിലൊക്കെ വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് ആരെങ്കിലും ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് എംപ്ലോയീസ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ നിങ്ങൾക്ക് വിളിച്ചോക്കെ. ഞാൻ ബാങ്കിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഫൈനാൻഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്. അതും IT ഫീൽഡിൽ ഫൈനാൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് സംഭവം ഞാൻ ചുമ്മാ ഡയലോഗ് അടിക്കുന്നതല്ല. അതുപോലെ തന്നെ ചുമ്മാ ഇപ്പോൾ ബാക്കിയുള്ള കുറെ ഹിന്ദി ചാനലത്തെ പോലെ ചുമ്മാ വീഡിയോ എടുത്തിടുന്നതല്ല. നമ്മൾ ഈ സെക്ടറിൽ വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. നമുക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് മാത്രമല്ല, ഞാൻ പഠിച്ചേക്കുന്നതും ഈ ഫൈനാൻഷ്യൽ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബേസിലാണ് നമ്മൾ ഈ സാധനം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കൊരു പാഷന്റെ പുറത്ത് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് വലിയ ഇതും കാര്യമായിട്ട് വരുമാന സംഭവമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയായിരിക്കും ഓൾറെഡി ഇപ്പോൾ യൂട്യൂബിന് നമുക്ക് വ്യൂസ് കുറവാണ്. നല്ല സാധനങ്ങൾക്ക് അല്ലെങ്കിലും വ്യൂസ് കുറവാണ്. ഇപ്പോൾ കുറെ നെഗറ്റീവ് സംഭവങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ കുറെ ബാക്കിയുള്ള അപ്പുറത്തെ വീട്ടിൽ എന്താ സംഭവിക്കുന്ന ഡെയിലി വ്ളോഗ് അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടോ. ഇപ്പോൾ സീരിയലിന് പറയാതൊക്കെയാണല്ലോ കാണുന്നത്. അപ്പോൾ നമ്മളൊരു ഇത് പാഷന്റെ പുറത്ത് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് വലിയ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇത് ഇട്ടിട്ട് കിട്ടാൻ സംഭവങ്ങളൊന്നും ഇല്ല. അത് എടുത്ത് പറഞ്ഞോട്ടെ. ഞാൻ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിലാണ് നമുക്ക് കമന്റ് വന്നിട്ടുണ്ടാകുന്നത് റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറൻസ് ഒന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽസ് സംഭവങ്ങളൊക്കെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പുതിയ ചാനൽ ന്യൂസുകളുടെ ചാനൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.